എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം, ആ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. നമ്മളൊക്കെ ഇങ്ങനെ നോമ്പൊക്കെ പിടിച്ചിങ്ങനെ നടക്കാം. എന്നാൽ റമളാൻ എന്ന് പറയുന്ന മാസത്തിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ പവിത്രത എന്താണെന്ന് നമ്മളിൽ പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ, ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി കഴിഞ്ഞാൽ, ഹജ്ജിൻ്റെ മാസത്തിൽ പരിശുദ്ധമായ കഅബ ആലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണം. ഒരാളുടെ കയ്യിൽ പൈസയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം. ഹജ്ജിൻ്റെ മാസം വന്നാൽ പണമുണ്ടെങ്കിൽ പോയി ഹജ്ജ് ചെയ്യണം. നിന്റെ കയ്യിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായാൽ നീ സക്കാത്ത് കൊടുക്കണം. ഓരോ ഇബാദത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞേ എങ്കിൽ പരിശുദ്ധമായ റമളാൻ മാസം വരുന്നതിന് 2 മാസം മുമ്പേ വിളിച്ചു പറയും, റമളാൻ വരാൻ പോകുന്നു, റമളാൻ വരാൻ പോകുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. 2 മാസക്കാലം മുമ്പേ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, റമളാൻ വരുന്നു, റമളാൻ വരുന്നു. റജബ് വന്നു, ഇത് അള്ളാഹുവിൻ്റെ മാസമാ. ശഅബാൻ വന്നു, ഇത് നബിതങ്ങളുടെ മാസമാ. റമളാൻ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ് മുന്നറിയിപ്പുകൾ നൽകി ആ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 ദിവസത്തെ നോമ്പ് പിടിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് നേടി എന്ന. നമ്മൾ എന്ത് നേടി? ഈ 3 ദിവസം കൊണ്ട് നമുക്ക് എന്ത് നന്മയാണ് ചെയ്യാൻ കഴിഞ്ഞത്? ഈ പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്ന മാസത്തെ ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ പരിഗണിക്കുവാനോ ആ മാസത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും സ്വന്തമായിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഓരോരുത്തരും ഒന്ന് വിലയിരുത്ത്. അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം. അള്ളാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെയും നമ്മൾ ആദരിക്കണം. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്താ? വിശുദ്ധമായ റമളാൻ മാസം ഇത് അള്ളാഹു ആദരിച്ച മാസമാ. അള്ളാഹു ആദരിച്ചത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഈ മാസത്തിൽ അള്ളാഹു ഇറക്കിയത്. ലൈലത്തുൽ ഖദർ ഉള്ളത് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, നരകമോചനത്തിന്റെ 10 എന്ന് വേർതിരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം പോലും അള്ളാഹു അലങ്കരിച്ചുകൊണ്ട് നരകത്തിന്റെ കവാടം മുഴുവനും അടച്ചിട്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ഇബിലീസിനെ ചങ്ങലക്കിട്ടിട്ട് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി തന്നത് ഈ പരിശുദ്ധമായ റമളാനിന് മഹത്വമുള്ളത് കൊണ്ടാണ്. നമ്മൾ ആ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നിട്ട് ഈ വിശുദ്ധമായ റമളാനിനെ ആദരിക്കാത്തവൻ, ബഹുമാനിക്കാത്തവൻ, അവന് വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ്. സ്വർഗത്തിൽ പോലും ഒരു വിഭാഗമല്ലേ ഉള്ളൂ. നാളെ പരലോകത്ത് പോലും 2 വിഭാഗമുണ്ട്. ഒന്ന് ഫരീഖും ഫിൽ ജന്ന, 2 ഫരീഖും ഫി സഈർ. ഒന്ന് സ്വർഗത്തിൻ്റെ അവകാശികൾ, 2 നരകത്തിൻ്റെ അവകാശികൾ. ഇവിടെ ഇപ്പോൾ 4 അവകാശികളായിരിക്കുന്നത്. 1, 2, 3, 4. നിങ്ങൾക്കൊന്ന് അടുത്തിരുന്നേപ്പാ, ഒന്ന് അടുത്തിരിക്കറോ. നിങ്ങൾ കസേര ഒന്ന് അടുത്തിട്ടാൽ മതി. നിങ്ങൾ ഒന്ന് അടുത്തിരി. ഇവിടെ ഒറ്റ വിഭാഗമല്ലേ ഉള്ളൂ. എന്തില്ല, നമ്മളൊരു വിഭാഗമല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ നിയമത്തിൽ പെട്ടതൊന്നുമല്ലല്ലോ 4ആയിട്ടിരിക്കണോ. ഇല്ലല്ലോ. എല്ലാവരും ഒന്ന് അടുത്തിരുന്നേ. ഒരു 3 സ്വലാത്ത് പറ. ഇരിക്കല്ലേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ ഇരിക്കുമോ? ഇപ്പോൾ സമയം എന്തായി? ഇപ്പം 11:10. ഇൻഷാ അല്ലാഹ് ഒരു 12 മണി വരെ ഇരുന്നൂടെ? നിങ്ങൾ എന്തപ്പോൾ ഒരു സ്നേഹമില്ലാത്തവരെ? ഇൻഷാ അല്ലാഹ് ഇരിക്കുക. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന 30 ദിവസവും ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. 30 ദിവസവും ഞാൻ നിങ്ങളും അള്ളാഹുവിനോട് റമളാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദുആ ചെയ്യുന്ന ദുആയാണ്, അള്ളാഹുവേ നീ എനിക്ക് സ്വർഗം നൽകണം, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് റമളാനിൽ മാത്രമല്ല, ഞാനും നിങ്ങളും എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. പടച്ചവനെ എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം തരണം പടച്ചവനെ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ ഉറക്ക ആമീൻ പറയുന്നവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. ഇപ്പൊക്കെ പറയാനറിയല്ലേ? എല്ലാവരും അള്ളാഹിനോട് പറയുന്നത് പടച്ചവന് സ്വർഗം വേണം, സ്വർഗം തന്നേ പറ്റൂ. തൃശ്ശൂർ എനിക്ക് വേണമെന്ന് പറഞ്ഞ പോലെ അല്ല, അത് വേറെ. അത് പോട്ടെ, ഇപ്പം ഒന്നും പറയാൻ പറ്റൂല പടച്ചവന്, പാവം. വയനാട് MP ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, സങ്കടത്തില്ല. ഇതൊക്കെ ഓരോ കാലത്തിൻ്റെ പോക്ക്. അള്ളാഹു നമ്മളൊക്കെ നമ്മുടെ നാടുകളൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും അള്ളാഹിനോട് സ്വർഗം താ, സ്വർഗം താ, സ്വർഗം താ, നരകത്തിൽ നിന്ന് തന്നെ മോചനം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നൊക്കെ എല്ലാവരും അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളും രാവും പകലും എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുണ്ടല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പടച്ചവനെ 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. നമ്മളൊക്കെ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് സ്വർഗം തന്നെ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവെ 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് തരണം പടച്ചവനെ എന്ന് സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ 4 വിഭാഗം ആൾക്കാർ ആരാണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരാ ദുആ ചെയ്യുന്നേ? നിങ്ങൾ എന്താ എങ്ങനെ ഇരിക്കണം? ആരാ മനുഷ്യന്മാരെ ദുആ ചെയ്യണേ? സ്വർഗമാണ് അള്ളാഹിനോട് പറയുന്നത്, എനിക്ക് 4 വിഭാഗം ആൾക്കാരെ തന്നേ പറ്റൂ, എനിക്ക് തരണം പടച്ചവനെ. അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ VVIPകൾ ആരാ? അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 4 കൂടെ 1 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുമോ? പറ്റൂല. ഇൻഷാ അല്ലാഹ് പറ്റണത് പഠിക്കുക. അതാ കൂടുതൽ കേട്ടിട്ട് വെറുതെ നടക്കുന്നതിനേക്കാളും നല്ലത് കേൾക്കുന്നത് ഒന്നാണെങ്കിലും അത് ജീവിതത്തിൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? ചിലർ അൽഹംദുലില്ലാ പറഞ്ഞു, ചിലരിങ്ങനെ കുലുക്കുന്നുണ്ട്. അതിന് 2 അർത്ഥമുണ്ട് കേട്ടാ. ചിലർ അൽഹംദുലില്ലാ പറഞ്ഞു, ചിലർ തല കുലുക്കി, പിന്നെ ആരും ആന്ന് പറയുന്നുണ്ട്, ചിലർ ചിരിച്ചു, ചിലർ പിന്നെ ഒന്നും വേണ്ടിയില്ല. സത്യത്തിൽ ഒരാൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ചെറുപ്പകാലം മുതൽ പഠിച്ചവരാ നമ്മൾ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പം നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? അപ്പം ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാ റാഹത്ത. ആ മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പള്ളിയിലേക്ക് കയറി വന്നു. ഓനിത് കേട്ടോണ്ടൊക്കെ തന്നെ വന്നത്. ആ ചങ്ങാതിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, എനിക്ക് സുഖമാണെന്ന്. ഖൈർ. അപ്പം നബിതങ്ങൾ പ്രത്യേകിച്ച് ദുആ ഒന്നും ചെയ്തില്ല, ഒന്നും മിണ്ടിയില്ല. ഓക്കെ. അപ്പം ഈ സഹാബി തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് ദുആ ഇല്ലേന്ന്. എനിക്കെന്തേ നബിയെ ദുആ ഇല്ല? അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്ക് ദുആ ഇല്ലേ? അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇനി പറഞ്ഞ സുഖമാണോ? എങ്ങനെ? അപ്പം അറിയാം, പറയാഞ്ഞിട്ടല്ലേ.
ഏറ്റവും കൂടുതൽ ഈ ഗൾഫിലുകളിലെ കിടക്കണത് ഏത് ചങ്ങാതി ചോദിച്ചാൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഇതെല്ലാം വേറെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഉസ്താദും പറഞ്ഞത് ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാ. സ്വർഗത്തിൽ നാളെ കയറി പോകുമ്പോൾ ആദ്യം കേൾക്കണേ എന്താ? അൽഹംദുലില്ലാ. ഇതാണ് അൽഹംദുലില്ലാ. ഇതിങ്ങനെ കൈ വെച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല, ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളതാ അൽഹംദുലില്ലാ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായി, എനിക്ക് 4 വിഭാഗം ആൾക്കാരെ തരണം, എനിക്ക് 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണമെന്ന് അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, ആ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന 4 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുത്ഇമുൽ ജിആൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നവൻ, ആരാരും സഹായിക്കാനില്ലാത്ത ഒരു പാവപ്പെട്ടവന് സഹായിക്കുന്നവന്, രോഗമാകട്ടെ പട്ടിണിയാകട്ടെ ദുരിതമാകട്ടെ പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരു മനുഷ്യനെ സഹായിക്കുന്നവൻ, ആ സഹായിക്കുന്നവൻ അള്ളാഹുവിൻ്റെ സ്വർഗം ദുആ ചെയ്ത് കാത്തിരിക്കുന്നു എന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ഒരു നേരത്തെ അന്നത്തിൻ്റെ വിലയതാ. നമുക്കിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും അത് തിരിയണമെന്നില്ല. ഇന്ന് നമ്മളൊക്കെ നോമ്പ് മുറിക്കാനിരിക്കുന്ന സമയം ഏത് തിന്നണമെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുക, കുറിയിടേണ്ട അവസ്ഥ. ഇതിൽ ഏത് ചുട്ടത് വേണോ, പൊരിച്ചത് വേണോ, കവാബ് വേണോ, ഷവർമ വേണോ, തന്തൂരി വേണോ, അൽഫഹ്മ് വേണോ, മന്തി വേണോ, നെഹ്ദി വേണോ, മഹദി വേണോ, ഏത് തിന്നണോ നമ്മൾ ഇഖ്തിലാഫാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും നമ്മുടെ നാടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരക്കയും വെള്ളവും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ടോ. നമ്മൾ പറയും, ഉസ്താദെ അങ്ങനെ പാവപ്പെട്ടവരാരുമില്ല എന്ന്. നീ കണ്ണ് തുറന്ന് നോക്കാത്തോണ്ടാ. എത്രയോ പാവങ്ങളുണ്ട്, അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടക്കാൻ വീടില്ലാത്തവരുണ്ടല്ലോ, രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടല്ലോ, ഇങ്ങനെയുള്ളവരെ നമുക്കൊന്ന് സഹായിക്കാനുള്ള മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു. പരിശുദ്ധമായ റമളാൻ മാസം ഒരുപാട് സദഖ കൊടുക്കേണ്ട, സക്കാത്ത് കൊടുക്കേണ്ട മാസമാണല്ലോ റമളാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാണ്. അള്ളാഹുവിൻ്റെ ഖലീലായി തിരഞ്ഞെടുക്കുവാനുള്ള കാരണങ്ങൾ എണ്ണി പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രത്യേകത, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ആരെങ്കിലും വേണം തൻ്റെ കൂടെ കഴിക്കാൻ. ഒരു പാവപ്പെട്ടവനില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ ഭക്ഷണം എടുത്തു വെച്ചിട്ട് ആളെ കിട്ടാതെ വന്നപ്പോൾ കിലോമീറ്ററുകളോളം തെരഞ്ഞു നടന്നു. ഒരാളെ തെരഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാൻ തിരിഞ്ഞു നടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപങ്ങളെ സഹായിക്കുക, യതീമീങ്ങളെ സഹായിക്കുക, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക, ഇതുപോലെയുള്ള അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്ന വലിയ ഒരു നന്മയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൻ്റെ ഒന്നാമത്തെ 10 എല്ലാവരും അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താ? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. പടച്ചവനെ, നിന്റെ കരുണ എനിക്ക് വേണമല്ല, നിന്റെ കരുണ എനിക്ക് വേണമല്ല എന്ന് അള്ളാഹുവിനോട് ഞാനും നിങ്ങളും ദുആ ചെയ്യുമ്പോൾ, ഈ കരുണ എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും കേരളത്തിലൂടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകം കാണാം, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ മലലാരുണ്യത്തിൽ ഈ മരുഭൂമിയിൽ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്ക്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്ക്. അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പലർക്കും അറിയാം ഈ ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ മഹത്വം എന്താ, അതിൻ്റെ പ്രതിഫലം എന്താ. പക്ഷെ എന്തെന്നറിയില്ല, ബക്കറ്റ് മുമ്പിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു നോക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളിതൊക്കെ പഠിച്ചവരാണെങ്കിൽ നമുക്കെന്തോ കൊടുക്കാനൊരു മനസ്സ് വരുന്നില്ല. പാവപ്പെട്ടവൻ വന്ന് മുമ്പിൽ കൈനീട്ടുമ്പോൾ എന്തൊരു മടി കാണിക്കുക. എന്തിനാ സഹോദര? അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിലൂടെ നഷ്ടമെന്തായിരിക്കും നിങ്ങൾക്കുമുള്ളത്? ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞ് ഒരാളും ഇന്ന് വരെ യത്തീംഖാനയിലായിട്ടില്ലല്ലോ. സദക്ക ചെയ്തിട്ട് ദാരിദ്ര്യത്തിലേക്ക് വീണുപോയ ഒരു മനുഷ്യൻ്റെയും ചരിത്രമില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന സമ്പത്ത് നമ്മൾ കൊടുക്കണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം. ഞാനിന്ന് വരുമ്പോൾ അസർ നിസ്കാരത്തിന് ശേഷം പടച്ചവനെ വണ്ടിക്കകത്ത് അറബികൾ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കുകയാ. പടച്ചവനെ എന്നാ നീളത്തിലാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കുമ്പോൾ വല്ലാതെ നീളത്തിൽ ഇങ്ങനെ ഒരു 100-300ഓളം ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് വെയിലത്ത്. നമ്മുടെ നാട്ടിൽ നിൽക്കാറുണ്ട്, ബീവറേജിൻ്റെ മുന്നിലാണെന്നേ ഉള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചോദിച്ചെന്താ? ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നവരാ. പക്ഷെ നമ്മളിൽ പലർക്കും അത് ചെയ്യാനുള്ള ഒരു മനസ്സില്ലാതെ പോകുന്നു, സഹായിക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. അള്ളാഹു മനസ്സ് നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഞാൻ പറയുന്നത് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഈ സദസ്സിലും പുറത്തും നെളിഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സദക്ക കൊടുക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം സന്തോഷമുള്ള ഒരു ജീവിതം തരും, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം തരും. സമാധാനവും സന്തോഷവും എന്താണെന്ന് ഇന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. നല്ല കിടക്കാനും ധരിക്കാനും തിന്നാനും കുടിക്കാനും ഒക്കെ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ സമാധാനമുണ്ടോ സഹോദര? വീട്ടിൽ കയറിപ്പോയാൽ സമാധാനമില്ല, വീട്ടിനകത്തേക്ക് ചെന്നാൽ സമാധാനം കിട്ടുന്നില്ല, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് സമാധാനം തരുന്നില്ല. അള്ളാഹുവെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് റൂമിൽ ചെന്നിട്ട് നാട്ടിലേക്ക് വിളിച്ച അവിടെ നിന്നും സമാധാനം കിട്ടുന്നില്ല. അള്ളാഹു നമുക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കടയിൽ കച്ചവടം വേണോ? നിങ്ങളുടെ ബിസിനസ്സിൽ ബറക്കത്ത് വേണോ? നല്ല ജോലി വേണോ? എടാ, നീ വിവാഹം കഴിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ സ്വാലിഹത്തായ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാകണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, സ്വാലിഹത്തായ ഒരു ഇണയെ നിനക്ക് വേണോ? സദക്ക കൊടുത്താൽ അള്ളാഹു നിനക്ക് തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനാ പറയുന്നത്, ഞാനല്ല, അള്ളയാ പറയുന്നത്. സദക്ക ചെയ്താൽ അള്ളാഹുവിന് കൊടുക്കുന്ന പ്രതിഫലം. നിനക്ക് ജോലി വേണമെങ്കിൽ അള്ളാഹു തരും, നിനക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി വേണമെങ്കിൽ അള്ളാഹു നിനക്ക് തരും, നിനക്ക് സ്വാലിഹത്തായ ഇണയെ വേണമെങ്കിൽ അള്ളാഹു തരും, നിന്റെ ഭാര്യയെ നന്നാക്കണമെങ്കിൽ നീ സദക്ക കൊടുത്താൽ മതി. ഖുർആനാ നമുക്കിത് പറഞ്ഞു തരുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം, നമുക്ക് മൂസാ നബിയുടെ ചരിത്രം അറിയാം. മൂസാ നബി അലൈഹിസ്സലാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു അനുയായിയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനൊരു അടി കൊടുത്തു. ആ മനുഷ്യൻ വീണു മരിച്ചുപോയി. അവസാനം മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഫിർഔനിന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മൂസ, നീയാണ് കൊലപാതകം നടത്തിയത് എന്നറിഞ്ഞു കഴിഞ്ഞു. നിന്നെ പിടിക്കുന്നതിന് വേണ്ടി ഫിർഔനിന്റെ പോലീസുകാർ വരുന്നുണ്ട്, ജീവനും കൊണ്ട് നീ രക്ഷപ്പെട്ടോ. മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി ഈജിപ്തിൽ നിന്ന് മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നാടുകടന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോട് കയ്യിൽ കെട്ടിയതും കൊണ്ട് അവിടെ നിന്ന് പോകുകയാ. ദിവസങ്ങളോളം സഞ്ചരിച്ച് വളരെ ക്ഷീണിതനായി പ്രയാസപ്പെട്ടുകൊണ്ട് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം കാണുന്ന രംഗം എന്തെന്നറിയോ? ആണുങ്ങൾ ഇങ്ങനെ വെള്ളം കോരുന്നതിന് വേണ്ടി എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് വെള്ളം കോരാനുള്ള വലിയ തിരക്ക് നടക്കുകയാണ്. മൂസാ നബി നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ മാത്രം മാറി നിൽക്കുന്നു. ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്തേ വെള്ളം കോരാൻ പോകുന്നില്ലേ? നിങ്ങൾ വെള്ളം കോരാൻ പോകുന്നില്ലേ? ഈ പെൺകുട്ടികൾ പറഞ്ഞ മറുപടി,
ഞങ്ങൾക്ക് ആണുങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ പെൺകുട്ടികൾ പറയുകയാ, ഈ ആണുങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് ഇടിച്ചു കയറി വെള്ളം കോരാൻ വേണ്ടി ഞങ്ങൾക്ക് ലജ്ജയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളോട് ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ആ പെൺകുട്ടികൾ പറയുന്നു, ഞങ്ങൾക്കൊരു വാപ്പയുണ്ട്, വേറെ ആരുമില്ല, വാപ്പ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വാപ്പ പ്രായം ചെന്ന മനുഷ്യനാ, വൃദ്ധനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഉപ്പയ്ക്ക് കഴിയില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെ കണ്ടപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആ പെൺകുട്ടികൾ സമ്മതം കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം ഈ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു, സഹായം ചെയ്തു. ആ പെൺകുട്ടികൾക്ക് വെള്ളം കോരുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ രണ്ട് പെൺകുട്ടികളും വെള്ളം കോരിയിട്ട് അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനെ മദീന എന്ന് പറയുന്ന രാജ്യത്തിരുന്നു കൊണ്ട് മലയുടെ മുകളിൽ കയറി മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, നീയല്ലാതെ എനിക്കാരുമില്ല പടച്ചവനെ, നാട് വിട്ടു വന്നവനാണ്, നീ എന്നെ സഹായിക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം അവിടെ കയറിയിരുന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, നീ ആദ്യമായിട്ട് വിസിറ്റിംഗ് വിസയും എടുത്തുകൊണ്ട് ഈ UAE കടന്നു വന്നപ്പോൾ പള്ളിക്കകത്തും റൂമിനകത്തിരുന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞില്ലേ, പടച്ചോൻ ആരുമില്ല അല്ലാ, ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്, പടച്ചോൻ എനിക്കൊരു ജോലി വേണം, എന്നെ നീ സഹായിക്കണം. മറന്നുപോയി പലരും. അള്ളാഹു ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാമീൻ പറ. മറന്നുപോയോ? മറക്കരുത് ഇടയ്ക്കിടയ്ക്ക്. മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞ, പടച്ചവനെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ, ഞാൻ ഓടി വന്നതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇരുന്നുറങ്ങിപ്പോയി. ദിവസങ്ങളോളം യാത്ര ചെയ്തു വന്ന മൂസാ നബി ഉടനെ ഈ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പച്ചി വിളിക്കുന്നു നിങ്ങളെ, ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാൻ. മൂസാ നബി അലൈഹിസ്സലാമിനെ രണ്ട് പെൺകുട്ടികൾ വന്ന് വിളിച്ചു. മൂസാ നബി അലൈഹിസ്സലാം മുന്നിൽ നടന്നു, പെൺകുട്ടികൾ പുറകിൽ നിന്നുകൊണ്ട് വഴി പറഞ്ഞു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നടന്ന് മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രായമായ മനുഷ്യനെ കണ്ടു. അതാരായിരുന്നെന്നറിയുമോ? മഹാനായ സക്കരിയ ശുഐബ് നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ പെൺമക്കളായിരുന്നു ഇവർ രണ്ടുപേരും. മൂസാ നബി അലൈഹിസ്സലാം നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. അവസാനം മൂസാ നബി അലൈഹിസ്സലാമിനോട് ശുഐബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിച്ചു, കല്യാണം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ്, ജോലിയില്ല. മൂസാ നബി അലൈഹിസ്സലാം വളരെ പ്രയാസത്തിലാണ്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബിയോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ശുഐബ് നബി അലൈഹിസ്സലാം പറയുകയാ, എൻ്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ജോലിയില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് 10-11 വർഷം ശുഐബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ജോലി കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരാനുള്ള ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോൾ അള്ളാഹു കൊടുത്ത രണ്ട് പ്രതിഫലം എന്തൊക്കെ? ഒന്ന് പറയടോ കാക്കമാരെ, ഒന്നാമത് കൊടുത്ത പ്രതിഫലം എന്ത്? പൈസ കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, ഉറക്കമൊഴിഞ്ഞില്ല. രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരാനുള്ള സഹായം ചെയ്തു കൊടുത്തപ്പോൾ അള്ളാഹു കൊടുത്ത ഒന്നാമത്തെ പ്രതിഫലം ഒരു പ്രവാചകന്റെ സ്വാലിഹത്തായ മകളെ അള്ളാഹു ഭാര്യയാക്കി കൊടുത്തു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏത് ഭാര്യ? സാധാരണ ഭാര്യയാണോ? നമ്മുടെ പെണ്ണുമ്പിള്ളയെ പോലാണോ? അല്ല. ചോദിച്ചപ്പോൾ എന്തേ പറഞ്ഞേ? ഞങ്ങൾ കാണുങ്ങളുടെ ഇടയിൽ കയറി വെള്ളം കോരാൻ ഞങ്ങൾക്ക് ലജ്ജയാ. റഹ്മാനായ അല്ലാഹ്, നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ പോകണം, നമ്മുടെ ഭാര്യയെക്കുറിച്ച് അറിയണമെങ്കിൽ. അല്ലാഹ് ഈ മന്ത്രിമാരാകട്ടെ. ആണുങ്ങളൊക്കെ മാറിക്കിടക്കും, ഒരൊറ്റ കേറല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബിയോട് ആ പെൺകുട്ടികൾ പറഞ്ഞത് ഞങ്ങൾക്ക് ലജ്ജയാ. മൂസാ നബിയുടെ മുമ്പിലേക്ക് ഈ പെൺകുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, വാ. പെൺകുട്ടികളാ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാം മുമ്പിൽ നടന്നു, പുറകിൽ നിന്നിട്ടാണ് ഈ പെൺകുട്ടികൾ വഴി പോലും പറഞ്ഞു കൊടുത്തത്. അവിടെ മനസ്സിലാക്കേണ്ടത്, വഴി കാണിക്കേണ്ടത് മുമ്പിൽ നിന്നാണോ പുറകിൽ നിന്നാണോ? പറയണ്ടടോ കാക്കന്മാരെങ്ങനാ? മുമ്പിൽ നിന്നാണോ പുറകിൽ നിന്നാണോ?
പക്ഷെ ഈ പെൺകുട്ടികൾ എവിടെ നിന്നാ വഴി പറഞ്ഞു കൊടുത്തത്? പുറകിൽ നിന്ന്. പഠിക്ക്, ഇതാണ് സ്വാലിഹത്തായ പെണ്ണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അപ്പം മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത ഒന്നാമത്തെ പ്രതിഫലം സ്വാലിഹത്തായ ഭാര്യയെ കൊടുത്തു. 2 10-11 വർഷം ജോലിയും കൊടുത്തു. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സദക്ക ചെയ്താൽ എന്ത് കിട്ടും? വെള്ളം കോരി കൊടുക്കുന്നവൻ ഇത്രയും പ്രതിഫലമുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നവൻ, മരുന്ന് വാങ്ങിക്കൊടുക്കുന്നവൻ, പള്ളികൾക്ക് കൊടുക്കുന്നവൻ, മദ്രസകൾക്ക് വേണ്ടി കൊടുക്കുന്നവൻ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവൻ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? സമാധാനമുള്ള ഒരു ജീവിതം വേണോ? അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം പടച്ചറപ്പേ, അള്ളാഹു നല്ല ജോലി തരികയാണ്, സ്വാലിഹത്തായ ഭാര്യയെ തരികയാണ്. പടച്ചവനെ ഇനി മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? സദക്ക കൊടുക്കുന്നവന്റെ ആയുസ് അള്ളാഹു വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്നുള്ള മരണമുണ്ടല്ലോ, ആ മരണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ്. പടച്ചവൻ ദീർഘായുസ് തരികയാണ്. പണ്ടത്തെ ഉപ്പമാര് 100 വയസ്സ് വരെ 105 വയസ്സ് വരെ ജീവിച്ചല്ലോ. ഇന്നത്തെ കണക്ക് പടച്ചവനെ അറ്റാക്കാണ്, സൈലന്റ് അറ്റാക്കാ. ഇന്ന് എവിടെ നോക്കിയാലും എന്നിങ്ങനെ മരിച്ചത് അറ്റാക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടുള്ളവരൊക്കെ എത്ര കൊല്ലം 100 വയസ്സ് 105 വയസ്സ് ഇത്രയൊക്കെ വർഷക്കാലം ജീവിച്ചിരുന്നല്ലോ. പടച്ചവനെ ഇപ്പോഴും ആഫിയത്തോടെ. ഞാൻ കണ്ണൂര് മാട്ടൂലാണെന്ന് തോന്നുന്നൊരു സ്ഥലത്ത് വഴുതിന് പോയപ്പോൾ 93 വയസ്സുള്ളൊരു ഉമ്മ. ആ ഉമ്മയ്ക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇപ്പോഴും അവർ ആരോഗ്യത്തോട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം 40-30 പടച്ചവൻ എല്ലാം ഈ ഇരിക്കുന്നതിന് ഗുളിക കഴിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഏകദേശം പേരും ഗുളിക കഴിക്കുന്നവരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ലപ്പാ. അള്ളാഹു നിങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, സദക്ക കൊടുക്കുന്നവൻ അള്ളാഹു ദീർഘായുസ് കൊടുക്കും, അവൻ അള്ളാഹു ആയുസ് കൂട്ടിക്കൊടുക്കും. നിങ്ങൾക്ക് ചരിത്രം വേണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബി അങ്ങയുടെ മുമ്പിലേക്ക് യാത്ര പറയാ വരും നബിയേ. ഇത് അവസാനത്തെ യാത്രയാണ് നബിയേ. അതുകൊണ്ട് യാത്ര പറയാൻ വരുമ്പോ നല്ലതുപോലെ അവിടുന്ന് യാത്ര പറഞ്ഞു വിട്ടേക്ക് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ സ്നേഹിക്കുന്ന, പടച്ച റബ്ബേ നബി തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, ദീനിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി നബി തങ്ങളോട് യാത്ര പറയാൻ വരികയാണ്. ഒരു യാത്രയ്ക്ക് വേണ്ടി പോവുകയാണ്. നബി തങ്ങളോട് യാത്ര പറയാൻ വരുമ്പോ ജിബ്രീൽ പറയുന്നു, ഇത് അവസാന യാത്രയാണ് നബിയേ, ഇനി തിരിച്ചു വരില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കടന്നു വന്നു. അവിടുന്ന് യാത്ര പറയുകയാണ്. അള്ളാന്റെ റസൂൽ അവിടുന്ന് കൂടെ പോവുകയാണ്. സ്വഹാബികളുടെ വാഹനത്തിന്റെ അടുക്കൽ വരെ നബി തങ്ങൾ നടന്നു ചെന്നു. അവസാനം വാഹനത്തിലേക്ക് കേറാ സമയമാകുമ്പോ നബി തങ്ങൾ അങ്ങ് കെട്ടിപ്പിടിക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി തങ്ങൾ അവിടുന്ന് കെട്ടിപ്പിടിക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്ത് പറ്റി നബിയേ? ഇന്നത്തെ യാത്ര പറയല് വല്ലാത്ത ഒരു യാത്ര പറയലാണല്ലോ. എന്ത് പറ്റി നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകനൊന്നും പറഞ്ഞില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ യാത്രയാക്കുകയാണ്. നബി തങ്ങൾ മടങ്ങി വരുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ,
അവസാന യാത്ര പറയുന്നത് പോലെയുണ്ടല്ലോ നബിയെ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. കാരണം അവിടെ നിന്ന് യഥാ സ്വഹാബത്ത് യാത്ര പോവുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിലിരിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കയറി വരികയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ വന്നിട്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്വഹാബി നബി തങ്ങളുടെ മുമ്പിലേക്ക് ജീവനോടെ കയറി വരികയാണ്. യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളോട് സ്വലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നബിതങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം. ജിബ്രീൽ മരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബിയാണ് അവിടുന്ന് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീൽ എന്തു പറ്റി ജിബ്രീൽ, എന്തു പറ്റി ജിബ്രീൽ? യാ റസൂലല്ലാഹ്, ആ സ്വഹാബിയുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു നബിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു യാത്ര പറയാൻ വേണ്ടി നബി തങ്ങളുടെ മുമ്പിൽ വന്നപ്പോ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ, മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ സാധാരണ മലക്കല്ല, ജിബ്രീലുമായിട്ടൊരു ബന്ധമുണ്ടാകണം. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കെങ്കിലും കാണണോ? ഇൻഷാ അല്ലാഹ്. അസ്രായിലിനെ കാണണോ? അസ്രായിലിനെ കാണണോ? എന്താ ഇൻഷാ അല്ലാഹ് പറയാത്തെ? എന്താ ഇൻഷാ അല്ലാഹ് പറയാത്തെ? ആ ചങ്ങാതിയെ കാണുമെന്ന് ഉറപ്പല്ലേ? ആ ചങ്ങാതിയെ കാണുമെന്ന് ഉറപ്പല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് പറയണില്ല. അപ്പൊ ജിബ്രീലിനെ കാണോ? ഇൻഷാ അല്ലാഹ് നോക്കാന്ന്. അത് വേണ്ട. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണുമോ? കാണുമോ? കാണണം. വെറുതെ കാണാൻ പറ്റുമോ? ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കാണണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് കണ്ടിട്ടേ മരിക്കാവൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ കാണാൻ പറ്റും? എന്ത് ചെയ്താൽ കാണാൻ പറ്റും? ചില ആൾക്കാർ മരിക്കുന്ന സമയം ജിബ്രീൽ വരുമടോ. ചില ആൾക്കാർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചില്ലേ, എൻ്റെ ജിബ്രീൽ എവിടെ? എൻ്റെ ജിബ്രീൽ എവിടെ? എനിക്ക് കാണണം എൻ്റെ ജിബ്രീലിനെ. വിളിച്ചു വരുത്തിയില്ലേ നബി തങ്ങൾ? അല്ലാഹു നമുക്കും കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെ മരിച്ചാലേ ജിബ്രീലിനെ കാണാൻ പറ്റൂ? മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്നവന് ജിബ്രീലിനെ കാണാൻ പറ്റുമോ? ഇല്ല. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കാണണമെങ്കിൽ ഒന്നുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. എങ്ങനെ മരിക്കണം? എങ്ങനെ മരിക്കണം? ഉറക്കപ്പറ. ഒളുവോടുകൂടി മരിക്കുകയാണെങ്കിൽ അവൻ്റെ റൂഹ് പിടിക്കുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സാന്നിധ്യമുണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? ഒതുവെടുത്ത് കിടക്കണം. എപ്പോഴെന്ത് ചെയ്യണം? ഒതുവെടുത്ത് കിടക്കണം. നിസ്കരിക്കുമ്പോൾ പോലും എടുക്കണ പാട് നമുക്കറിയാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്വഹാബി നബിതങ്ങളുടെ മുമ്പിൽ ജീവനോടെ തിരിച്ചു വന്നിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ജിബ്രീലേ? അപ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, സ്വഹാബത്തുമായിട്ട് യാത്ര പോകുമ്പോൾ എല്ലാവർക്കും വല്ലാത്ത ക്ഷീണം. എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും റെസ്റ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയ കുടില് കണ്ടു. സ്വഹാബികൾ ഭക്ഷണ സാധനങ്ങളുമായിട്ട് ആ വീടിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു പ്രായമായ ഉമ്മയെ കണ്ടു. ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ, ഞങ്ങൾ നബിതങ്ങളുടെ സ്വഹാബത്താ, ഞങ്ങളൊക്കെ വല്ലാത്ത ക്ഷീണത്തിലാ, ഞങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം വെച്ചു തരുമോ? സാധനം തരാം. ഉമ്മ വീടിനകത്ത് കയറി ചെന്നു. കുറച്ചു സമയം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭക്ഷണം വെച്ചു തരാം. സ്വഹാബികൾ വെച്ചിട്ട് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം എല്ലാവരും എഴുന്നേറ്റപ്പോ
സുഭിക്ഷമായ ഭക്ഷണം റെഡിയാക്കി. അൽഹംദുലില്ലാ, ആ ഉമ്മ കൊടുത്തു. സ്വഹാബികൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോയ സ്വഹാബികൾ പറഞ്ഞു, തങ്ങളെ, ആ വീട്ടിൽ ആ ഉമ്മയല്ലാതെ വേറെ ആരോ ഉണ്ട്. ആ ഉമ്മയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇത്ര ഭക്ഷണം വെക്കാൻ പറ്റൂല. അവിടെ വേറെ ആരോ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആ വീടിൻ്റെ മുറ്റത്ത് ചെന്നു. ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, നിങ്ങളല്ലാതെ ആരെങ്കിലും ഈ വീടിനകത്തുണ്ടോ? നിങ്ങൾക്കൊരിക്കലും ഒറ്റയ്ക്ക് ഇത്രയും ഭക്ഷണം വെക്കാൻ കഴിയില്ല. ആ മാതാവ് പറഞ്ഞു കൊടുത്തു, എനിക്ക് യതീമായ 2 പെൺകുട്ടികളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞ യതീമീങ്ങളായ 2 പെൺകുട്ടികൾ എനിക്കുണ്ട്. അവരുടെ വിവാഹപ്രായം കഴിഞ്ഞിട്ടുണ്ട്. അവരെ സഹായിക്കാൻ ആരുമില്ല. എന്റെ പെൺമക്കളാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കൊരു നല്ല ജീവിതം നൽകിയാലോ. എന്റെ പെൺമക്കളാണ് ഭക്ഷണം തയ്യാറാക്കിയതെന്ന് പറയുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് യതീമായ ആരാരും സഹായിക്കാനില്ലാത്ത 2 പെൺകുട്ടികൾ ആ വീടിനകത്തുണ്ടെന്നറിഞ്ഞപ്പോ തന്റെ കൂടെ വന്നവരോട് ചോദിക്കുന്ന സ്വഹാബാ, നിങ്ങളിൽ ആരാണ് ഈ 2 പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുന്നത്? ആരാണ്? നിങ്ങൾ ചോദിക്കുന്ന സമ്പാദ്യം ഞാൻ തരാ. നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന സമ്പാദ്യം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ കൂടെ വന്നവരോട് ചോദിക്കുമ്പോ 2 പേര് തയ്യാറാവുകയാണ്. പടച്ചവനെ, അവർക്ക് ആവശ്യമുള്ള സമ്പാദ്യം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അവിടുന്ന് കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. അതാ പടച്ചവനെ, ആ സമയത്താണ് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്നത്. ആ സമയത്താണ് വീടിനകത്തിരുന്നിട്ട് യതീമായ മക്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഞങ്ങൾക്കൊരു ജീവിതം തന്ന, ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. യതീമായ മക്കളാ വീടിനകത്തിരുന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ, റൂഹ് പിടിക്കാൻ വന്ന മലക്കിന് അല്ലാഹു തിരിച്ചു വിളിച്ചു, നബിയേ, ആ സ്വഹാബിയുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു, നബിയേ. റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരുമ്പോഴാ ഈ മക്കൾ ദുആ ചെയ്യുന്നത്, പടച്ചോനെ, ഞങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന, ഞങ്ങളുടെ വിവാഹം നടത്തി കൊടുത്ത ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. അല്ലാഹു ആ മനുഷ്യന് ദീർഘായുസ് കൊടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന 2ാമത്തെ പ്രതിഫലം അവൻ്റെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കും. അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുർമരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ദുർമരണം, മോശമായിട്ടുള്ള ഒരു മരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലൊക്കെ ഇപ്പം ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. ഇപ്പം ആവശ്യത്തിനുണ്ടോ, 1 പറഞ്ഞ് 2ന് തൂങ്ങും. അള്ളാഹു ഇപ്പം ലൈവായിട്ടാണ് പലരും ലൈവായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കാലം. നമ്മുടെ ഉമ്മത്ത് SLC പരീക്ഷയൊക്കെ നമ്മുടെ മക്കൾ എഴുതുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. എത്ര A+ വേണം? എല്ലാത്തിനും 10 A+ വേണം. കുറച്ചൊന്നും പോരാ. എല്ലാ മാതാപിതാക്കൾക്കും 10 A+ വേണം. 120 വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ട തള്ളയ്ക്കാണ് ഇപ്പം 10 A+ വേണ്ടത്. 120 വാങ്ങാൻ പെട്ട പാടെന്താന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ, അല്ലേ? 6ാം ക്ലാസ്സും കുസ്തിയെടുത്ത് ചങ്ങാതിമാരാണ് ഇപ്പം മക്കളെ പീഡിപ്പിക്കുന്നത്. ഈ അടുത്തൊരു കുട്ടി പറയുന്നു, ഉസ്താദ്, എൻ്റെ ഉപ്പാനും ഉമ്മാനെയും ഞങ്ങളൊന്ന് ഉപദേശിക്കണം കേട്ടോ, സമാധാനം തരുന്നില്ലെന്ന്. അള്ളാഹു പടച്ചോനെ, പരീക്ഷയ്ക്ക് മുമ്പേ തൂങ്ങിയതുണ്ട്, ഇനി റിസൾട്ട് കാത്തിരിക്കുക തൂങ്ങാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു കാക്കുമാറാകട്ടെ. മക്കളെ പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറയണില്ല, പഠിപ്പിച്ചോ, നല്ലതാ. എടാ ചങ്ങാതി, നാണം കെടുത്തല്ലേ എടാ, 10 A+ വാങ്ങണം കേട്ടോ. എനിക്ക് 5-6 വാങ്ങിച്ചാൽ മതി, 10 വാങ്ങിച്ചാൽ സന്തോഷം എന്നല്ല പറയണത്. 10 A+ ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ല എന്നാ പറയണേ. കള്ളു കുടിക്കുന്നവനെ കഞ്ചാവ് അടിക്കുന്നവനെ കയറ്റി കിടത്തും, അതിൽ കുഴപ്പമില്ല.
കഞ്ചാവടിച്ചടക്കുന്നവന് വീട്ടിൽ സ്ഥാനമുണ്ട്. വേറെ ഏത് മോശമായ പ്രവർത്തനങ്ങൾ അവന് കുഴപ്പമില്ല. 10A+ വാങ്ങിച്ചില്ലെങ്കിൽ വീടിനകത്ത് കയറ്റത്തില്ലെന്നാ പറയുന്നത്. അള്ളാഹുവെ, മക്കൾക്ക് അള്ളാഹയെക്കാളും പഠിപ്പിക്കണ ടീച്ചറിനെക്കാളും പേടി സ്വന്തം ഉമ്മാനെയാ. A+ എന്ന് പറഞ്ഞിങ്ങനെ നടക്കാം. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ, മക്കൾ പഠിച്ചു കാണാനുള്ള ആഗ്രഹമൊന്നുമല്ല. കുറച്ച്, എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തണില്ല. ചില മാതാപിതാക്കൾക്ക് മക്കൾ പഠിച്ച് നല്ല നിലയിലാകണമെന്നുള്ള ആഗ്രഹം. ചിലർക്ക് അങ്ങനെയല്ല. അയൽവാസികളുടെ മോളിലെ ഫ്ലെക്സ് പോസ്റ്റിൽ വെച്ചിട്ടില്ലേ, അതുകൊണ്ട് ഇനി എൻ്റെയും വെക്കണം, എൻ്റെ മകളുടെയും വെക്കണം. ഇങ്ങനെയുള്ള ചിന്തകൾ. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആത്മഹത്യ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ദുർമരണം എന്ന് പറയുന്നത് മോശമായ മരണം. ഹജ്ജ് ചെയ്തവർ വരെ ആത്മഹത്യ ചെയ്തില്ലേ? അടുത്ത് 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഉസ്താദെ ദുആ ചെയ്യാൻ പറഞ്ഞു. പള്ളിയിലെ പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു. അള്ളാഹു കാക്കുമാറാകട്ടെ. എനിക്കറിയാം, ഞാൻ ഇപ്പോഴും വഴുതൽ പറയാറുണ്ട്, ഹജ്ജ് ചെയ്തിട്ട് വന്ന ഒരു ഉമ്മയ ആത്മഹത്യ ചെയ്തില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴെവിടെ വെച്ചാ മരണം, ദുർമരണം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു നിമിഷത്തെ അശ്രദ്ധ, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ വരുമ്പോൾ അപ്പം തോന്നും, അപ്പം ചെയ്ത് കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ദുർമരണം ഒരിക്കലും കൊടുക്കൂല. നിങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ എത്ര വേണമെങ്കിലും എടുത്തു നോക്കിക്കോ. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കിക്കോ. സദക്ക കൊടുക്കുന്ന ഒരു മനുഷ്യന്, കാരണം നബിതങ്ങളല്ലേ പറഞ്ഞത്, അള്ളാന്റെ റസൂല് കള്ളം പറയില്ലല്ലോ. നബിതങ്ങളല്ലേ പറഞ്ഞത്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയനാ റസൂലുള്ളാഹി. ഇത് നബിതങ്ങൾ പറഞ്ഞതാ. സദക്ക വിപത്തിനെ തട്ടിമാറ്റും. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഉദാഹരണം ചോദിക്കട്ടെ. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒമാനിൽ പരിപാടിക്ക് പോയി. നബിദിനത്തിൻ്റെ സമയത്താണ് പരിപാടിക്ക് പോയത്. പിരിവൊന്നുമില്ല. എനിക്ക് ഈ പിരിവില്ലാത്ത വയത് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിരിവൊന്നുമില്ല. ഞാനപ്പോൾ പറഞ്ഞു, എന്തായാലും എന്തെങ്കിലും പറഞ്ഞൊന്ന് പിരിക്കണം. ഞാൻ പറഞ്ഞു, ഖുർആൻ പാരായണ മത്സരം, അടുത്ത നബിദിനത്തിന് ഖുർആൻ പാരായണ മത്സരം. അവിടെ പാട്ട് പാടിയ കുട്ടികൾക്കൊക്കെ സമ്മാനദാനമുണ്ട്. ഖുർആൻ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഖുർആൻ ഓതൽ മത്സരത്തിൽ വിജയിക്കുന്ന വിദ്യാർത്ഥിക്ക് 1 പവൻ സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന സഹോദരങ്ങൾ പലരും പറഞ്ഞു, ഉസ്താദെ ഞാൻ കൊടുക്കാം. നമ്മുടെ സയ്യിദുക്കാക്ക ഉണ്ടായിരുന്നു. പലരും പറഞ്ഞു ഞാൻ കൊടുക്കാമെന്ന്. അങ്ങനെ അൽഹംദുലില്ലാ, അതെല്ലാം കഴിഞ്ഞിട്ട് ഖുർആനൊക്കെ പഠിക്കുന്നവർ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അവസാനം ഇറങ്ങി വരുമ്പോൾ ഒരു കടയിൽ കയറി ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കും. മട്ടന്നൂരുകാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. എൻ്റെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. എന്ത് പറ്റി ഉസ്താദെ? ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ പറയും, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ ഉസ്താദെ. നിങ്ങൾ പറഞ്ഞത് സത്യവാ, ഞാനായിരുന്നു അരപ്പവൻ തന്നത്. ആ ചെറുപ്പക്കാരൻ പറയാ, ഞാനാ അരപ്പവൻ ഓഫർ ചെയ്തത്. അസദക്ക തുറദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തൊട്ട് രക്ഷപ്പെടുത്തുമെന്ന്, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാൻ കൊടുത്ത സദക്കയാണെന്ന് ആ ചെറുപ്പക്കാരൻ പോലും എന്നോട് പറയുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇതറിയാം. ഉദാഹരണം പറയട്ടെ. നമ്മൾ വഴുതെല്ലാം കഴിഞ്ഞു, നേരെ വീട്ടിൽ ചെന്നു. അല്ലോ താമസിച്ചു, പടച്ചുവനെ കടക്കണം. ചാടി ബാത്റൂമിനകത്ത് കയറി ഒരു നിലവിളി കേൾക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. തെറ്റി താഴെ വീണു. പെട്ടെന്ന് തലയൊന്നടിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു, സർജറി വേണം, പ്രശ്നമാണ്, ഐസിയുവിനകത്ത് കയറ്റി കിടത്തിക്കോ. അള്ളാഹുവേ, നാളെ രാവിലെ ഉസ്താദിനെ നാട്ടിൽ ഉമ്മ സുബഹിക്ക് നിൻ്റെ മോനെ പറഞ്ഞു വിടുകയാ ഹത്തീബ് ഉസ്താദിൻ്റെ അടുക്കൽ. ഉസ്താദിൻ്റെ റൂമിൻ്റെ മുമ്പിൽ മകൻ ചെന്നു. ഉസ്താദ് വാതിൽ തുറന്നിട്ട് ഇവൻ ആദ്യമായിട്ടാണ് കാണുന്ന സുബഹിക്ക്. എന്തേ മോനെ? ഉമ്മച്ചി പറഞ്ഞു വിട്ടതാ ഉസ്താദെ, ബാത്റൂമിനകത്ത് വീണിട്ട് വാപ്പ ഐസിയുവിനകത്ത് കിടക്കുകയാ, സർജറി ചെയ്യണമെന്നൊക്കെ പറയുന്നു. ഉമ്മ തന്നു വിട്ടതാ 2000 രൂപ. ഇന്ന് ദുആ ചെയ്യ്. ഉസ്താദിൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയും, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് കൊടുത്തിട്ട് പറയും? പൈസ കൊണ്ടുപോയി ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഉസ്താദെ ദുആ ചെയ്യ്. അപ്പം നിനക്കറിയാം പൈസ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. സദക്ക കൊടുത്താൽ ക്യാൻസറിൻ്റെ ടെസ്റ്റിന് അയക്കുമ്പോൾ ഉസ്താദെ മോതിരം വേണോ, വള വേണോ, ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞാൽ എല്ലാം തരും. ജോലി നഷ്ടപ്പെടാറാകുമ്പോൾ എല്ലാം തരും. പ്രശ്നത്തിൽ പെടുമ്പോൾ എല്ലാവരും കൊടുക്കും. നബിതങ്ങൾ പറഞ്ഞില്ലേ ചങ്ങാതി, നീ കൊടുക്ക്, നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു വരുത്തില്ല എന്ന് നബിയനാ റസൂലുള്ളാഹി. ഏത് അള്ളാഹുവിന് ചില അടിമകളുണ്ടോ,
അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ അവിടെന്ന് പറയുകയാ, ദുർമരണങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങളുണ്ടല്ലോ, അപകട മരണങ്ങളുണ്ടല്ലോ, ആ മരണങ്ങളിൽ നിന്ന് സദക്ക അല്ലാഹുവേ രക്ഷപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, റമളാൻ മാസമാണ്, നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്ന മാസമാണ്. പാവപ്പെട്ടവരെ നിങ്ങൾ മറന്നു പോകല്ലേ. അത് നാട്ടിലാകട്ടെ, വീട്ടിലാകട്ടെ, കുടുംബത്തിലാകട്ടെ. പടച്ചവരെ, ഒരുപാട് പാവങ്ങളുണ്ടല്ലോ. എന്തിനാ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ വർഷങ്ങളായി ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നവർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നീ അങ്ങ് കൊടുക്കുമ്പോ വാട്സപ്പില് ഫോട്ടോ വരൂല, പത്രത്തില് ഫോട്ടോ വരൂല, നീ കൊടുത്തതാരും അറിയില്ല. അല്ലാഹു മാത്രമാണ് അറിയുന്നവന്, അല്ലാഹു മാത്രമാണ് അറിയുന്നവന്. ആ കൊടുക്കുന്നവൻ അല്ലാഹു ദുനിയാവിൽ തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു ദുർമരണങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം. ഒന്ന്, അല്ലാഹു നിന്റെ ഭാര്യ സ്വാലിഹത്താക്കുകയാണ്, നിനക്ക് നല്ല ജോലി തരികയാണ്, സമാധാനമുള്ള ജീവിതം തരികയാണ്, അല്ലാഹു നിന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയാണ്, മോശമായ മരണത്തിൽ നിന്ന് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. ഇനി പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വയുതഇമൂന ത്വാമ അലാ حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاه نظرة وسرورا. പറയുന്നു, ഇനി രണ്ട് പ്രതിഫലം കൂടെയുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല ജോലി, നല്ല ജീവിതം, സമാധാനമുള്ള ജീവിതം, എല്ലാം അല്ലാഹു ഈ ദുനിയാവിൽ തരും. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരും. മൂന്ന്, അല്ലാഹു ദുർമരണങ്ങളിൽ നിന്ന് നമ്മളെ അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5, ബോറടിക്കുന്നുണ്ടോ? 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 അപ്പൊ എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം? കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദിക്കാം, അപ്പം തന്നാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ പ്രതിഫലം അല്ലാഹു പറയുകയാ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഏറ്റവും ഷർറായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു സമയം നമുക്ക് വരാനുണ്ട്. ഏതാണ് ആ സമയം? നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന അല്ലാഹുവിൻ്റെ പരലോകം. അല്ലാഹുവിൻ്റെ പരലോകം പേടിക്കേണ്ട ദിവസമാ, ഭയപ്പെടേണ്ട ദിവസമാ. നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ, അല്ലാഹുവേ, പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. നബിതങ്ങൾ അവിടുന്ന്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഭയാനകമായ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടോ. ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണും പെണ്ണും ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസ്വാഹിബതിഹി വബനീഹി
ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം വാപ്പയ്ക്ക് നിന്നെ വേണ്ട, ഉമ്മയ്ക്ക് നിന്നെ വേണ്ട, കൂടപ്പറപ്പ് നിന്നെ കണ്ട പരിചയം പോലും കാണിക്കില്ല. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു ദിവസം വരാനുണ്ടടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പരലോകത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തിട്ട് നബി തങ്ങൾ തന്റെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞ് 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 തളർന്നു കിടക്കുകയാണ്. ആ തളർന്നു കിടക്കുന്ന ഭാര്യയുടെ ചാരത്തേക്ക് ഓടിച്ചെന്ന് വെള്ളമെടുത്ത് മുഖത്തൊടിച്ചു കൊടുത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പിടിച്ച് മടിത്തട്ടിൽ കിടത്തിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വായിലേക്ക് വെള്ളമൊടിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എന്തു പറ്റി ആയിഷ? എന്തിനാ കരയുന്നത് ആയിഷ? നിനക്കെന്താണ് സംഭവിച്ചതെന്ന് നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞതാ നബിയേ. പരലോകത്തെ കുറിച്ച് അങ്ങ് പറയുന്നത് കേട്ടിട്ട് ഞാൻ പേടിച്ച് കരഞ്ഞു വീണതാണ്. നബി തങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. ചുമലിൽ കിടന്ന ഷാലെടുത്ത് ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് ആയിഷ ബീവിയെ സമാധാനിപ്പിക്കുമ്പോ ആയിഷ ബീവി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നോട് സ്നേഹമുണ്ടോ നബിയേ? എന്നെ ഇഷ്ടമാണോ നബിയേ? എന്നെ ഇഷ്ടമാണോ നബിയേ? എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, നിന്നോട് വല്ലാത്ത സ്നേഹമാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യയുടെ മുഖത്തൊരു ചിരി വരാറ്, അവൾക്കൊരു സന്തോഷമുണ്ടാകാന്, തന്റെ ഭാര്യയൊന്ന് ചിരിച്ചു കാണാ. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, കരയല്ലേ ആയിഷ, കരയല്ലേ ആയിഷ. ആയിഷ ബീവിയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോ നബി തങ്ങൾ വിഷമമുണ്ടെങ്കിലും ചിരിക്കുകയാണ്. തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ നബി തങ്ങൾ കണ്ണുനീര് തുടച്ചു കൊടുക്കുമ്പോ ആയിഷ ബീവി നബി തങ്ങളുടെ മടിയിൽ കടന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? എന്നെ അവിടെ വെച്ച് കണ്ട പരിചയം കാണിക്കുമോ നബിയേ? എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ നബിയേ? അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന നബി തങ്ങളുടെ കണ്ണുനീര് ഒഴുകുകയാണ്. അതുവരെ ചിരിച്ച റസൂലുള്ള കരയുകയാണ്. താടിയിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോ ഈ ആയിഷാനെ കണ്ട പരിചയം കാണിക്കുമോ? എന്നെ കൂടെ കൊണ്ടുപോകുമോ? എന്നെ സഹായിക്കുമോ? ആയിഷ സലാസത്തുന് നബി തങ്ങൾ പറയുകയാ, ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലമുണ്ട് ആയിഷ. ആ 3 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും ചെന്നു കഴിഞ്ഞാ ഫലാ യദ്കുറു അഹദുൻ അഹദാ, വാപ്പ തിരിഞ്ഞു നോക്കൂല, ഉമ്മ തിരിഞ്ഞു നോക്കൂല, മക്കള് തിരിഞ്ഞു നോക്കില്ല, ഒരാളും തിരിഞ്ഞു നോക്കാത്ത 3 സ്ഥലമുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകം പോലും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഇവിടെ വന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരലോകത്ത് ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചവരെ, നീ പറയുന്നത് ഈ മരുഭൂമിയിലെ ചൂടിന് വല്ലാത്ത ചൂടാണ്, ഇവിടെയാണ് ചൂടെന്ന് പറയുന്ന സഹോദരാ. ഇവിടത്തെ ചൂടൊന്നും ഒരു ചൂടല്ല. നിങ്ങളൊക്കെ പറയണ എന്താ, അറബി നാട്ടിലെ ചൂടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ചൂടെന്ന്. ഞാൻ പറയും, ഇതൊന്നും ഒരു ചൂടല്ലടോ. ശരീരമൊക്കെ വിയർത്തൊഴുകുമ്പോ ഇതൊന്നും ഒരു ചൂടല്ല. അതൊക്കെ അങ്ങ് പരലോകത്ത്, അതൊക്കെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള,
ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചുമന്ന കട്ട കണ്ടിട്ടില്ലേ നാട്ടിലെ ഇഷ്ടിക? ഇത് മണ്ണീന്ന് വെട്ടിയുണ്ടാക്കിയിട്ട് ഈ ഇഷ്ടിക എങ്ങനെ ചുമന്ന നിറത്തിലാകുന്നത് എന്ന് പണ്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളവരൊന്നും ഇല്ല. ചൂളയെന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം അങ്ങോട്ട് പറക്കി അടുക്കി വെച്ചിട്ട് പച്ച വിറകിട്ട് കത്തിച്ച് 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 അതിൻ്റെ നിറം മാറ്റണേ. ഉസ്താദന്മാര് നരകത്തിൻ്റെ തീയെ 1000 കൊല്ലം കത്തിച്ചു, പിന്നെ 1000 കൊല്ലം കത്തിച്ചു, പിന്നെ 1000 കൊല്ലം കത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാത്ത ചങ്ങാതിമാര്. ഇങ്ങനാടോ ഈ ഇഷ്ടിക? ഈ ചൂള കണ്ടിട്ടുണ്ടോ? പൊന്നാര വാപ്പാ, കാളവണ്ടി കണ്ടിട്ടില്ലേ? നാട്ടിലൂടെ കാള ചുമട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകും. ഇതുപോലെ കാളയുടെ വായിൽ നിന്നല്ല, മനുഷ്യന്മാരുടെ വായിൽ നിന്ന് നാളെ പരലോകത്ത് വെച്ച് ഈളയും പതയും ഇങ്ങനെ വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. റൂമിൽ ചോറ് വെക്കൂലേ? ചോറ് വെക്കണ സമയത്ത് ആ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു പൊങ്ങൂലേ? നബിതങ്ങൾ പറയുകയാ, നിന്റെ ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് ഉരുകുന്ന ഒരു ദിവസമുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്ന് സൂര്യൻ 15 ലക്ഷത്തോളം കിലോമീറ്റർ മുകളിലാണത്രേ സൂര്യൻ നിൽക്കുന്നത്. അതിൻ്റെ ചൂടാ നിനക്ക് പറ്റാത്തത് എങ്കിൽ ഒരു ചാണ് മുകളിലേക്ക് അള്ളാഹു ആ സൂര്യൻ ഇറക്കുന്ന ദിവസം. ഇത് കെട്ടുകഥയല്ലല്ലോ, ഇതേതെങ്കിലും സിനിമാ കഥയല്ലല്ലോ. അള്ളാൻ്റെ ഖുർആൻ പറഞ്ഞതല്ലേ, നബിതങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞതല്ലേ. ഒരു ചാണ് മുകളിൽ ഇങ്ങനെ നിൽക്കൂലേ? ആ സൂര്യൻ അള്ളാഹു ഇറക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. പടച്ചവനെ മുട്ടുവര, അരവര, നെഞ്ചുവര, കഴുത്തുവര വിയർപ്പിനകത്ത് മുങ്ങിത്താന്നു പേടിച്ചു വിറച്ച്, നാവ് പൊക്കാൻ കഴിയാതെ, തല ഉയർത്താൻ കഴിയാതെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു ദിവസം. സ്വന്തം മക്കൾ അല്ലാഹുവോട് പറയും, എന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്നു പ്രസവിച്ച ഉമ്മയെ കാണിച്ചിട്ട് മക്കൾ പറയും, മലർത്തി കടത്തിത്ത അല്ലാ, കാലു പൊള്ളുന്നുറപ്പേ, ഞാൻ എൻ്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഒന്ന് നിൽക്കട്ടെ അല്ലാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സ്വന്തം മക്കൾ അല്ലാഹുവോട് പറയും, എൻ്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്കിതാ എൻ്റെ പാപം മുഴുവനും എൻ്റെ ഉപ്പാടെ തലയിൽ വെച്ചിട്ട് ഉപ്പാനെ നരകത്തിലെറിഞ്ഞു, എനിക്ക് സ്വർഗം താ എന്ന് മക്കൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു പറയുകയാ. ആ ദിവസത്തിൽ, ആ ഏറ്റവും കൂടുതൽ ഭയാനകമായ ദിവസം, وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا إِنَّمَا نُطْعِمُكُمْ لِوَجْهِ اللَّهِ لَا نُرِيدُ مِنْكُمْ جَزَاءً وَلَا شُكُورًا إِنَّا نَخَافُ مِنْ رَبِّنَا يَوْمًا عَبُوسًا قَمْطَرِيرًا فَوَقَاهُمُ اللَّهُ شَرَّ ذَلِكَ الْيَوْمِ. പേടിക്കണ്ട സഹോദരാ, പേടിക്കണ്ട സഹോദരാ. ഈ നാട്ടിൽ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് അതിൽ നിന്നൊരൽപ്പം എടുത്തുകൊണ്ട് പാപങ്ങൾക്ക് കൊടുക്കുന്നവന്, പള്ളികൾക്ക് കൊടുക്കുന്നവന്, മദ്രസകൾക്ക് കൊടുക്കുന്നവന്, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവര്, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ നെഞ്ച് വിരിച്ച് നടക്കാമടോ. അല്ലാഹുവിന്റെ കോടതിയിലൂടെ പേടിയില്ലാതെ നടക്കാ. നീ എന്തിനാ പേടിക്കുന്നത്? ആ പരലോകത്ത് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. പടച്ചവനെ, ഇത് അല്ലാഹു തരുന്ന 5ാമത്തെ പ്രതിഫലമാണ്. ഇനി അവസാനത്തെ പ്രതിഫലം എന്തെന്നറിയോ? വലകാഹു നളറതം വസുറൂറാ.
പടച്ചവനെ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിളുവാൻ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. പടച്ചവനെ എല്ലാവരും സ്വർഗത്തിനകത്ത് കയറിക്കഴിഞ്ഞു. നരകത്തിൽ നിന്ന് കയറേണ്ട അവസാനത്തെ വ്യക്തിയും സ്വർഗത്തിൽ കയറി. നരകത്തിന്റെ കവാടമടച്ചു, സ്വർഗത്തിന്റെ കവാടമടച്ചു. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയില്ല. അങ്ങനെ എല്ലാവരും സ്വർഗത്തിനകത്ത് കയറി കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, എല്ലാവരും സ്വർഗത്തിലൂടെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലൂടെ ജനങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, അതുരീദൂന ശൈആ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? എല്ലാരും സ്വർഗത്തിൽ കയറി, സ്വർഗത്തിന്റെ കവാടമടച്ചു. എല്ലാവരും സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നു, ചങ്ങായിമാരെ, നിങ്ങൾക്ക് വല്ലതും ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ഇനി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട അല്ലാ, അൽഹംദുലില്ലാ. അവിടെയും പറയുന്നത് അൽഹംദുലില്ലാ. കാരണം എന്തേ? അല്ലാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, പരലോകത്ത് രക്ഷ തന്നില്ലേ, നരകത്തിന്റെ തീക്കകത്ത് കിടക്കുന്ന എന്നെ നീ രക്ഷപ്പെടുത്തിയിട്ട് ഈ സ്വർഗം എനിക്ക് തന്നില്ലേ അല്ലാ, ഇനി എന്താ എനിക്ക് വേണ്ടേ? അല്ലാഹുവേ, നീ എനിക്ക് സ്വർഗം തന്നല്ലോ പടച്ചവനെ, ഈ സ്വർഗത്തിന്റെ പരിമളം പോലും ശ്വസിക്കാൻ യോഗ്യതയില്ലാത്തവനാ ഞാൻ. 500 കൊല്ലത്തെ വഴിദൂരം വരെ സ്വർഗത്തിന്റെ വാസന അടിക്കുമെന്ന, അതൊന്ന് ശ്വസിക്കാൻ പോലും അർഹതയില്ലാത്ത ഈ പാപിയായ ദ്രോഹിയായ എനിക്ക് നീ നിന്റെ കരുണ കൊണ്ട് സ്വർഗം തന്നല്ലോ അല്ലാ, അൽഹംദുലില്ലാ. അല്ലാ അപ്പോഴും ചോദിക്കും, നിനക്കെന്തെങ്കിലും വേണോ? നിനക്കെന്തെങ്കിലും വേണോ? ആ സമയത്ത് മനുഷ്യൻ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ, എൻ്റെ ഉപ്പാനെ കണ്ടു, എൻ്റെ ഉമ്മയെ കണ്ടു. പടച്ചവനെ അവിടെ നിന്ന് അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ എൻ്റെ മാതാപിതാക്കളെ കണ്ടു, ദുനിയാവ് കണ്ടു, ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ കണ്ടു, ദുനിയാവിന്റെ ആഡംബരങ്ങൾ കണ്ടു. അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, വാപ്പയെ കണ്ടു, ഉമ്മയെ കണ്ടു, ഭാര്യയെ കണ്ടു, മക്കളെ കണ്ടു, കൂടപ്പിറപ്പിനെ കണ്ടു, കുടുംബക്കാരെ കണ്ടു, ദുനിയാവ് കണ്ടു, അസ്റായിലിനെ കണ്ടു, ഖബറ് കണ്ടു. പടച്ചവനെ, മരണം കണ്ടു, ഖബറ് കണ്ടു, പരലോകം കണ്ടു, സിറാത്ത് കണ്ടു, മീസാൻ കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും ദാവൂദ് നബിയും ഈസാ നബിയും ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും കണ്ടു, ജിബ്രീലിനെ കണ്ടു. അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വരെയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ. പക്ഷേ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച അല്ലാ, നിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പടച്ചവന്. എന്നെ കണ്ടുകൊണ്ട് ഞാൻ എല്ലാവരെയും കണ്ടു, ഇന്നുവരെ നിന്നെ മാത്രം ഞാൻ കണ്ടിട്ടില്ല അല്ലാ. എനിക്ക് ആഗ്രഹമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, അള്ളാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ പടച്ചവനെ, കൈയില്ലാത്ത കണ്ണില്ലാത്ത നീ എങ്ങനെയാണ് നീക്കുന്നത് പോലും എനിക്കറിയില്ല അല്ലാ. നിന്നെ കാണാതെ നിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്തവനാണ് റബ്ബേ. എനിക്ക് നിന്നെ കാണണമല്ലാ, കൊതിയുണ്ട് അല്ലാ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാ അല്ലാ. സ്വർഗവാസികൾ നാളെ അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് പറയുമ്പോ നബി തങ്ങൾ പറയുകയാ, ഒരു ശബ്ദം കേൾക്കുകയാ, ഒരു ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും തല ഇങ്ങനെ ഉയർത്തുകയാണ്. ഫയറുഫഉൽ ഹിജാബ്,
ഹിജാബ്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ഇങ്ങനെ തലപുയർത്തി നോക്കുമ്പോ അല്ലാഹു തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാണ്. അല്ല തന്റെ മറയെടുത്തങ്ങ് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാ. എന്നെയും നിന്നെയും പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹുവിനെ കാണുകയാണ്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ വജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുകയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്നറിയോ? അത് അല്ലാഹുവിനെ കാണലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തരുന്ന 4, 5, 6 പ്രതിഫലം ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹനെ ആകാശത്ത് പൂർണ്ണ ചന്ദ്രനെ നീ കാണുന്നത് പോലെ അള്ളാഹുവിൻ്റെ വജ്ഹ്, റബ്ബിൻ്റെ ലിഖാ അള്ളാഹു നിനക്ക് കാണിച്ചു തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ റമളാൻ മാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സ്വർഗം കാത്തിരിക്കുന്ന ഒന്നാമത്തെ മനുഷ്യൻ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സദഖ കൊടുക്കുന്നവർ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, അവർ അള്ളാഹുവിൻ്റെ സ്വർഗം ദുആ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 11:10 ഞാൻ പ്രസംഗം തുടങ്ങി. ഇപ്പം 12:10. കറക്റ്റ് ടൈമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം പഠിച്ചു. ഇനി 3 കൂടെ ഉണ്ട്. എന്ത് വേണം? ഒരെണ്ണം കൂടെ പഠിക്കുന്നോ? വേണോ വേണ്ടേ? വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം പറയണമെന്നുണ്ട്. പക്ഷേ സുബഹി നിസ്കരിക്കണം, ഇടയത്താഴം കഴിക്കാൻ ഇവിടെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ. ഒരെണ്ണം കൂടെ പഠിച്ചിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗമാരാ? അള്ളാഹുവിൻ്റെ സ്വർഗം എനിക്ക് തരണേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഖുർആനിൻ്റെ അഹ്ലുകാരാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്കറിയോ? സാധാരണ ആളല്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ അഹ്ലുകാരെന്ന് പറഞ്ഞാൽ വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫല്യുക്രിം അഹ്ലല്ലാഹ്. നബിതങ്ങൾ പറയുകയാ, അള്ളാഹുവിന് ചില ഖാസായ ആൾക്കാരുണ്ട്. അഹ്ലുകാരെന്ന് പറയാൻ പറ്റും. അള്ളാഹ്ക്ക് കുടുംബക്കാരൊന്നും ഇല്ലല്ലോ. അള്ളാഹുവിന് കുടുംബക്കാരില്ല. അഹ്ലുല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരു വിഭാഗമുണ്ട്. ആരാ നബിയെ? അത് ഖുർആനിൻ്റെ അഹ്ലുകാർ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, അതനുസരിച്ച് ജീവിക്കുന്നവർ, അവർ അള്ളാഹുവിൻ്റെ വിവിഐപികളാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരാ. ഖാസുല്ല എന്നാണ് നബിതങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞത്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 3 നോമ്പായി 1 ജുസുവെങ്കിലും ഓതിയവരെന്ന് കൈപൊക്കിക്കേ. 1 ജുസു ഓതിയവർ. അൽഹംദുലില്ലാ, അത്രയെങ്കിലും ചെയ്തല്ലോ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം 1 ജുസു വെച്ച് ഓതിയാൽ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാൻ കഴിയും. ഖുർആനിനെ സ്നേഹിക്ക്. ഞാനത് തന്നെ പറയുന്നത്. നിങ്ങൾ ഖുർആനിനെ സ്നേഹിക്ക്. പഠിക്കുകയോ പഠിപ്പിക്കുക അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കണം. ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാ. ആ ഖുർആനിനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ ഖുർആനിന് ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിനെ സ്നേഹിക്കണം, ഖുർആനിനെ ആദരിക്കണം, ബഹുമാനിക്കണം, പഠിപ്പിക്കണം. ഓരോ വീട്ടിലും ഒരു ഹാഫിൾ ഉണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനെ നമ്മൾ നെഞ്ചിലേറ്റുന്നവരാകണം. എനിക്ക് ഖുർആനിനോട് വല്ലാത്ത സ്നേഹമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഏത് പ്രഭാഷണം എടുത്തു നോക്കിയാലും ഞാൻ ഖുർആനിനെ കുറിച്ച് പറയും. എൻ്റെ വയത് കേട്ടിട്ട് എത്രയോ മക്കൾ ഹാഫിളീങ്ങളായവരുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. മെയ് മാസം 18-ാം തീയതി ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ ഉദ്ഘാടനമാണ്.
എല്ലാവരും ചോദിച്ചു എന്ത് പരിപാടി വേണം. ഞാൻ പറഞ്ഞു ഒരു ദിവസം എനിക്ക് വേണം, ഒരു ദിവസം എനിക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹു ആഫിയത്തും ആയുസൊക്കെ തന്ന എൻ്റെ ആഗ്രഹമാണ് എൻ്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണ മത്സരം നടത്തണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഖുർആൻ പാരായണ മത്സരം. ഇൻഷാ അള്ളാഹ് ജയിക്കുന്ന വിദ്യാർത്ഥിക്ക് 1,00,000 രൂപയാണ്. അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഖിറാഅത്ത് ഓതിയ ഉസ്താദിനോട് പറയണ്ടായി, ഖുർആൻ മത്സരത്തിൽ പള്ളിയുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി എന്നോട് ചോദിച്ചു ആരെ വിളിക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല ഒരു ഖാരിയിനെ കൊണ്ടുവന്നിട്ട് ആ പള്ളിയിൽ നിസ്കരിപ്പിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഏറ്റവും നല്ല ഒരു ഖുർആൻ ഓതുന്ന നല്ല ഖാരിയായ ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അവിടെ ഇമാമത്ത് നിർത്തണമെന്ന് എൻ്റെ ആഗ്രഹം. തങ്ങന്മാരുണ്ട്, വിപരീതങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്, അൽഹംദുലില്ലാഹ്. അവരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒരു ആഗ്രഹമാണോ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരാമയും പറയടോ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമാറാകട്ടെ. കുറേ പാട്ട് പാടുന്നതിനും അവനിവനൊക്കെ പിടിച്ച് എഞ്ചിനീയറും A+ മേടിച്ചതിനൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കണില്ലേ? എന്നാൽ ഖുർആൻ പഠിച്ചു ഓതിയ നല്ല ശബ്ദത്തിൽ ഓതുന്ന ഒരു ചങ്ങാതിക്ക് 1,00,000 രൂപയാണ് ഒന്നാം പ്രൈസ്. രണ്ടാമത്തെ പ്രൈസ് 50,000 രൂപയാണ്. അൽഹംദുലില്ലാഹ്. മൂന്നാം പ്രൈസ് 25,000. അങ്ങനെ നല്ലൊരു പൈസ കൊടുത്ത് അൽഹംദുലില്ലാഹ് അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, ബഹുമാനിക്കണം. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനായ സലീം ഫൈസി ഇർഫാനിയുടെ നാട്ടിൽ ഞാൻ പോയിരുന്നു, ഉസ്താദ് അവരുടെ നാട്ടിൽ. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. കാരണം എന്നെക്കാളും അദ്ദേഹം ഒരുപാട് ഉളിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ എല്ലാ വർഷവും അതിന് പോകുന്ന ആളാണ് ഞാൻ. എല്ലാ വർഷവും ഈ പ്രാവശ്യമൊക്കെ ഞാൻ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇപ്പോഴും ഞാൻ അവിടെ പോയത്. വല്ലാത്ത സ്നേഹം. ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, വീട്ടിലെങ്ങും പോകാറില്ലേ? ഭാര്യ മക്കളെക്കുറിച്ച് സ്ഥാപനം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഞാൻ പോയപ്പോഴാണ് ആ ചെറിയ ഒരു ഗ്രാമം, ആ നാട് കണ്ടു. അൽഹംദുലില്ലാഹ്. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇദ്ദേഹം തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ അനുജനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു സ്ഥാപനം പണിയാനാണെങ്കിൽ ഞാൻ ഇത്തിരി സ്ഥലം തരാം. അംബാനിയൊന്നുമല്ല, പാവപ്പെട്ടവനാ. അദ്ദേഹത്തിന് കിട്ടിയ സ്ഥലത്ത് നിന്നിട്ട് ഒരല്പസ്ഥലം ഞാൻ തരാം. എൻ്റെ ഇക്കാനെക്കുറിച്ച് ഇന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോൾ, മരണപ്പെട്ടതിന് ശേഷം എൻ്റെ ഇക്കായെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു അനിയന് കിട്ടുന്ന ഇതിനേക്കാളും വലിയ എന്ത് സമ്മാനമാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്ഥലത്ത് നിന്നിട്ട് അൽഹംദുലില്ലാഹ് കുറച്ചു സ്ഥലം ഞാൻ തരാം. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കട്ടെ, ഉപയോഗമുണ്ടാകട്ടെ. അൽഹംദുലില്ലാഹ്. അദ്ദേഹം അങ്ങനെ ഒരു മനസ്സ് കാണിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നാട്ടിൽ പോയി അൽഹംദുലില്ലാഹ് ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു തുടക്കമെന്ന രീതിയിൽ അവിടെ നിന്ന് തുടങ്ങാൻ അവിടെ നിന്ന് തീരുമാനമെടുത്തതാണ്. അദ്ദേഹം എന്നെ മരിക്കാൻ കിടക്കുന്ന സമയത്തും അദ്ദേഹം വളരെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഖാദിമായ സിനാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉസ്താദിനോട് അപ്പോഴും പറയുമായിരുന്നു, സിറാജുദ്ദീൻ ഖാസിമിയെ വിളിക്കണം, 2 ദിവസം ഡേറ്റ് തന്നിട്ടുണ്ട്, വഴുത് പറയിപ്പിക്കണം. അത്രയും വല്ലാത്തൊരു ബന്ധമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലുള്ളൂ. കൊറോണ പിടിച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ റെസ്റ്റ് എടുക്കില്ല, അപ്പോഴും പാഠമെടുക്കണം, ഖുർആൻ പഠിപ്പിക്കണം, കിതാബ് പഠിപ്പിക്കണം. ഇതെന്നെ ചിന്ത. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, ജാരിയായ സദഖകൾ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്കതിൻ്റെ പ്രതിഫലം വാരിക്കൂരി തരും. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. 10 കുട്ടികളെ ഞാൻ പറഞ്ഞു, ഒരു 10 കുട്ടികളെ ഈ നാട്ടിൽ നിന്നൊരു 10 കുട്ടികളെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു വാടക വീടെങ്കിലും എടുത്തിട്ട് പഠിപ്പിക്കുക. അൽഹംദുലില്ലാഹ്. എത്ര ആയില്ലേ? അപ്പം അൽഹംദുലില്ലാഹ്. ഉസ്താദ് എന്നാണ് ബിൽഡിങ്? ഞാൻ പറഞ്ഞു അതൊക്കെ വരും, അലല്ലാഹ്. അത് ഏതെങ്കിലും അള്ളാഹു ഒരു സമയത്ത് തരും. അദ്ദേഹം പറഞ്ഞു, എന്നെ നമ്മൾ ചെയർമാനൊന്നും അല്ലടോ, അതിന് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഖുർആനുമായിട്ട് ബന്ധമുള്ളവരാകണം, നമ്മൾ ആദരിക്കണം, നമ്മൾ ഖുർആനിനെ ബഹുമാനിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കണം. അല്ലാതെ ഡോക്ടറും എഞ്ചിനീയറും ആക്കിയിട്ട കാര്യമില്ല. ഡോക്ടറും എഞ്ചിനീയറുമാക്കിയിട്ട് തിരിഞ്ഞു നോക്കാത്ത മക്കളുടെ കാലമുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ ഈ ഹാഫിദിനെ കുറിച്ച് മനസ്സിലാകാത്തത്? നിങ്ങൾ ഇന്നും പെടുന്ന ഉസ്താദ് പറഞ്ഞല്ലോ, എടോ ഖുർആൻ എന്ന് പറയുന്നത് അല്ല എല്ലാവർക്കും കൊടുക്കൂലടോ. അള്ളാഹുവിൻ്റെ ഖുർആൻ അല്ല ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കൂ. അത് എല്ലാവർക്കും അല്ല കൊടുക്കത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ 6 ആലിമീങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 8 മക്കളിൽ 6 പേരും ആലിമീങ്ങളാണ്. 6 ആണും 2 പെണ്ണും. എൻ്റെ ഉപ്പ 6 എണ്ണത്തിനെ ആലിമീങ്ങളാക്കി. പക്ഷെ 6 പേരും ഹാഫിളായില്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഹാഫിളീങ്ങളാകാൻ. ഇപ്പം ഈ സദസ്സിൽ തന്നെ എത്ര പേരുണ്ട്, എത്ര ഹാഫിളീങ്ങളുണ്ട്? ഇവിടെ എത്രയോ ഉസ്താദന്മാർ വന്നു.
നമ്മളിൽ എത്ര പേര് ഹാഫിളീങ്ങളുള്ളത്? ഞാൻ പറഞ്ഞത് ഖുർആൻ അല്ല തരണമെങ്കിൽ അല്ല ഇഷ്ടപ്പെടണം. അല്ല ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അള്ളാഹു ഖുർആൻ കൊടുക്കൂ. നിങ്ങൾക്കറിയോ, ഖുർആൻ പഠിച്ച ഒരു കുട്ടിയെ തൊടണമെങ്കിൽ ഒളിവെടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത്? അള്ളാൻ്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഒരു ഹാഫിദിനെ തൊടണമെങ്കിൽ ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് തൊടണമെങ്കിൽ തന്നെ ഒളിവെടുക്കണമെന്നാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കടോ, പള്ളി കയറണമെങ്കിൽ ഒളിവ് നിർബന്ധമുണ്ടോ? മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പഠിക്കേണ്ട ഒരു കുട്ടിയെ തൊടണമെങ്കിൽ ഒളിവെടുക്കണം. അവൻ്റെ മഹത്വം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അവന് പ്രായമുണ്ടോ എന്നല്ല, തഴമ്പും താടിയുണ്ടോ എന്നല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച ഹാഫിളായ ഒരു കുഞ്ഞിൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ? ആ കുട്ടിയോട് പറ, മോനെ എനിക്ക് ജോലിയില്ലടാ, ദുആ ചെയ്, എൻ്റെ രോഗം മാറാൻ ദുആ ചെയ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ച ഒരു കുട്ടിയോട് പറ, അവൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്, അവൻ്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. നിങ്ങൾക്കറിയോ, ഖുർആൻ പഠിച്ച ഒരു മകനുമായിട്ട് പള്ളിപ്പറമ്പിൽ പോ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി ഖബർസ്ഥാനിൽ പോയാൽ അവൻ പോയതിൻ്റെ ബറക്കത്ത് കൊണ്ട് തന്നെ അള്ളാഹു ഖബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ അന്യനാട്ടിൽ കിടക്കുന്ന ഇവിടത്തെ ഖബർസ്ഥാനിൽ ഒരു ഹാഫിളായ കുട്ടി പോയാൽ ഈ ഖബറും കാട്ടി കിടക്കുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും. ഇവൻ പോയതിൻ്റെ ബറക്കത്തുമുണ്ട്. ഒരു ഹാഫിള് പോയതിൻ്റെ ബറക്കത്ത് കൊണ്ട്. നിങ്ങൾക്കറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഹാഫിള് മരിക്കുന്ന സമയം അവൻ അറിയും, അവൻ കാണും, സ്വർഗത്തിൽ അള്ളാഹു അവന് കൊടുക്കുന്ന ഇരിപ്പിടം അവൻ കണ്ടട്ടേ മരിക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിലേക്ക് ജനാസ കൊണ്ടുവച്ചു. ഒരു ഹാഫിളായ കുട്ടിയുടെ ജനാസ ഖബറിൽ കൊണ്ടുവച്ചാൽ ഖബറ് പോലും പറയും, ഞാൻ തൊടില്ല അല്ലാ, ഞാൻ ഇവനെ തൊടില്ല പടച്ചവനെ, ഇവൻ്റെ ശരീരം ഞാൻ തൊടില്ല അല്ലാ, നിന്റെ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഈ പൊന്നുമോനെ ഞാൻ എങ്ങനെ തൊടും പടച്ചവനെ? അതാ മനസ്സിലാക്കണ്ടേ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ചുമക്കുന്ന ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെ തൊടുവല്ല? മണ്ണ് തൊടുവില്ല, പുഴുക്കൾ തൊടുവില്ലടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മാന്തി നോക്കടോ. അത്രയ്ക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഹാഫിളായ ആരുടെയെങ്കിലും ഖബർ അറിയെങ്കിൽ നീ പോയിട്ട് നോക്ക്. അവരുടെ ശരീരം മണ്ണ് തിന്നൂല, അവരെ പുഴുക്കൾ തിന്നൂല. മണ്ണ് തന്നെ പറയും, ഇവൻ ഖുർആൻ ചുമക്കുന്നവൻ, ഞാൻ എങ്ങനെ തൊടുവല്ല. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ, ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ നമ്മുടെ ഹാഫിളീങ്ങളാക്കണം, ഖുർആനിൻ്റെ അഹിലുകാരാക്കണം. ഞാൻ പറയുന്നത് വെറുതെയല്ല. നീ നിൻ്റെ ചെറിയ മക്കളോട് ചോദിക്കേണ്ടത്, മോനെ നിനക്ക് ഡോക്ടറാകണോ, നിനക്ക് എൻജിനീയർ ആകണോ, നിനക്ക് എമ്മക്കാരനാകണോ, നിനക്ക് ആരാകണോ, നീ പഠിച്ചോ. പക്ഷെ നിൻ്റെ ആയുസ്സിൽ 3 കൊല്ലം എനിക്ക് വേണം. അള്ളാഹു നിനക്ക് തന്ന ജീവിതത്തിൽ, നിനക്ക് റബ്ബ് തന്ന ആയുസ്സിൽ ഒരു 3 കൊല്ലം എനിക്കിതാ. നീ ഒന്ന് ഹാഫിളാകടാ, നീ ഒന്ന് ഹാഫിളാക്ക്. ഖുർആൻ മുഴുവനും ഒന്ന് കാണാതെ പഠിക്ക്. നീ പിന്നെ ആര് വേണമെങ്കിലും ആയിക്കോ. നിൻ്റെ ജീവിതത്തിൽ 3 കൊല്ലമാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് ഹാഫിളാക്. നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള യോഗ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഞാനും നിങ്ങളും പ്രയാസപ്പെടുന്ന സമയം, ഇന്ന് ഞാൻ മുസ്തഫ ഹുദവി ആക്കോട് ഉസ്താദിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ കോളേജിൽ അഡ്മിഷനൊക്കെ തുടങ്ങുന്നു, എൻ്റെ മകനും ഒരു അഡ്മിഷൻ തരണം, എനിക്കവനെ ഹാഫിളാക്കണം. നമ്മുടെ മക്കളെ ഹാഫിളാക്കണമെന്നുള്ള ആഗ്രഹമാടോ. ഹാഫിളിൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഒരു പദവിയാടോ, അത് വല്ലാത്തൊരു പദവി. അതിപ്പം മനസ്സിലാവില്ല, അതൊക്കെ അങ്ങ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പോകുമ്പോഴേ തിരിയൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചാലുള്ള പ്രയോജനം 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവസരം അള്ളാഹു ഒരു ഹാഫിളിന് കൊടുക്കുമെന്ന. അള്ളാഹു 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനൊരു അവസരം ഒരു ഹാഫിളിന് കൊടുക്കുമെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ പോയേ. എന്നോട് പലരും പറയാറുണ്ട്, സിറാജ് ഉസ്താദെ 40 പേരിൽ എന്നെ കൂടെ പരിഗണിക്കണമെന്ന് എന്നോട് പലരും പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു അവസരം അള്ളാഹു ഒരു ഹാഫിളിന് കൊടുക്കുമെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ പോരെ, നമ്മുടെ മക്കളിൽ ഒരാൾ പോരെ. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരു ഹാഫിളിന് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ
അൽഹംദുലില്ലാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളുമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൽമു പഠിപ്പിക്കണം, ഹാഫിളീങ്ങളാക്കണം, ആലിമീങ്ങളാക്കണം. നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങളുടെ മക്കളെയും പറ്റിയില്ല, കൊച്ചുമക്കളെയെങ്കിലും ആക്കാമല്ലോ. നിങ്ങളുടെ മക്കളുടെ മക്കളെയെങ്കിലും അൽഹംദുലില്ലാ ഒരാഗ്രഹമെന്ന രീതിയിൽ പറയാമല്ലോ, ഒരു ഹാഫിളാക്ക്, പഠിപ്പിക്ക്. അങ്ങനെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം ചെയ്യുമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കടോ, നമ്മുടെ മക്കൾ, നിങ്ങൾ ചിന്തിക്ക്, നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിങ്ങളുടെ മക്കൾക്കറിയോ? നിങ്ങളൊക്കെ ഈ അന്യനാട്ടിൽ വന്ന് കിടന്ന് കഴിക്കാതെയും തിന്നാതെയും കുടിക്കാതെയും അള്ളാഹു തന്ന ആയുസ് ചെലവഴിക്കുന്നവരല്ലേ? അവസാനം എന്തുണ്ട്? നാട്ടിൽ നിന്ന് പോകുമ്പോൾ കുറേ രോഗങ്ങളല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? കുറേ രോഗങ്ങളല്ലാതെ ഒന്നുമില്ലല്ലോ. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവസാനം ഞാൻ പറയുന്നത്, ഈ രോഗമല്ലാതെ ഒന്നുമില്ലാതെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന നീ മനസ്സിലാക്ക്, നീ മരിച്ചു പെട്ടിയിൽ കയറ്റി അല്ലെങ്കിൽ നിൻ്റെ നാട്ടിൽ കടന്ന് മരിക്കുമ്പോൾ നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിൻ്റെ മകൻ അറിയുമോ എന്ന് ചോദിച്ചാൽ നീ തന്നെ പറയും, അതിന് നാട്ടുകാർ വേണം ഉസ്താദേ, നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല. പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ ഖതീബിൻ്റെ കൈപിടിച്ചിട്ട് ഇതെൻ്റെ വാപ്പയാ, എനിക്ക് വേണ്ടി അള്ളാഹു കൊടുത്ത ആയുസ് മുഴുവനും ചെലവഴിച്ച മനുഷ്യനാ, അതുകൊണ്ട് ഞാൻ മയ്യത്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് ഇമാമത്ത് കയറി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് വെച്ചാൽ അതും ഇല്ല. ഇനി കബറും കാട്ടിൽ കിടക്കുമ്പോൾ ഉപ്പാൻ്റെ കബറിൻ്റെ ചാരത്ത് വന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയൂ സഹോദര. നിങ്ങളിത് ചിന്തിക്കും ഓരോരുത്തരും. ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി വളർത്തണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോഴാണ് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞതുപോലെ ജീവിച്ചു മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ വെറുതെ ജീവിച്ചു മരിച്ചു പോയാൽ പോരാ, എന്തെങ്കിലും ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ട് വേണം നമുക്ക് മരിക്കാൻ. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരൻ ഉൾപ്പെടെ ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല. നിങ്ങളുടെ ഈ പരിശ്രമങ്ങൾ, നിങ്ങളുടെ ഈ ശ്രമങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് 4 അടി മണ്ണിനകത്ത് കിടക്കുമ്പോൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളിയായി അൽഹംദുലില്ലാ ഈ സ്ഥാപനം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കൊടുക്കൂലേ? നല്ലൊരു ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിനെ സ്നേഹിക്കണം, ഖുർആനിനെ ബഹുമാനിക്കണം, ഖുർആനിനെ ആദരിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.